ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാര്യത്തിൽ അദ്ദേഹം വ്യക്തിപരമായി ഹിമന്ത ബിശ്വയെ അളന്ന ആ ഒരു അത് കാര്യം കൃത്യമാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയണം, ഈ സച്ചിൻ പൈലറ്റ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു പത്രത്തിലൊരു അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാനത് 2-3 തവണ വായിച്ചു. കാരണം ആ പറയുന്ന കാര്യങ്ങൾ പലതും അദ്ദേഹം BJP-യിലായിരുന്നെങ്കിൽ, അദ്ദേഹം ഒരു 1.5 വർഷം മുൻപ് ഹരിയാനയിലെ ഒരു റിസോർട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് 18-20 MLA-മാരെ കൂട്ടി കുറച്ച് നാൾ ഗെഹ്ലോട്ട് സർക്കാരിൻ്റെ മുൾമുനയിൽ നിർത്തി BJP-യുമായിട്ട് വിലപേശി അവസാനം അത് നടക്കാതെ കോൺഗ്രസിൽ തുടർന്ന ഒരാളാണ്. അപ്പോൾ ഈ ഐഡിയോളജി, പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അത് എവിടെ ഏത് പാർട്ടിയിൽ നിൽക്കുന്നു, അതിൻ്റെ സാഹചര്യങ്ങൾ ഇതൊക്കെ മുൻനിർത്തി കൂടിയാണ് പലപ്പോഴും ഉത്തരേന്ത്യയിൽ. കാരണം ഇവിടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാൾ നേരെ AKG സെൻട്രലിൽ ചെന്ന് കയറാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയും ഒപ്പോസിഷൻ പാർട്ടിയും എന്നുള്ളത് ഇവിടെ BJP അല്ല. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കേരളത്തിലുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയുള്ള ഒരു സൗകര്യമില്ല. കോൺഗ്രസിൽ നിന്ന് പോയാൽ പിന്നെ BJP ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ പല നേതാക്കളെയും അളക്കുന്നത് നമ്മുടെ കേരളത്തിൽ മതേതരത്വം എന്ന ഒറ്റ പോയിന്റിൽ പലപ്പോഴും നമ്മൾ അളക്കാറുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്നത് വർഗീയതയുടെ ഒരു മൂർത്തിഭാവമായി മാറിയ ഒരു നേതാവാണ്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊക്കെ ഇത്രയും വിഷമുണ്ടായിരുന്നോ? കോൺഗ്രസിൽ ഇപ്പോൾ തന്നെയുള്ള പല നേതാക്കളുടെയും മനസ്സിൽ ഇതുപോലെയുള്ള കാളകൂട വിഷങ്ങൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ്. സച്ചിൻ പൈലറ്റിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന എനിക്ക് വിചിത്രമായിട്ട് തോന്നി. അത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കൂടുതലേ കിട്ടുകയുള്ളൂ, അത് ഞങ്ങളെ തടയൂ, ഞങ്ങളെ വഴിയിൽ തടയൂ, ഞങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ തടയൂ എന്നൊക്കെ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. പണ്ട് ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് വേണ്ടി കടലിലേക്ക് എടുത്തിയാടിയിട്ട് കരയിൽ അദ്ദേഹത്തിന് വലിയ വീരോചിതമായിട്ടുള്ള വരവേൽപ്പ് കൊടുക്കുന്ന ഒരു വൃദ്ധൻ്റെ കഥ ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കരയ്ക്ക് കയറിയപ്പോൾ ആരാണ് എന്നെ തള്ളിയിട്ടത് എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോയി രാഹുൽ ഗാന്ധി ആ പറഞ്ഞത് എന്നുകൂടി എനിക്ക് പറയേണ്ടതുണ്ട്. ശരി, ഷമാ മുഹമ്മദ്, അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൗതുകം. അതിൻ്റെ കാരണം അമിത്ഷായ്ക്ക് ഈ യാത്ര ആരും ശ്രദ്ധിക്കരുത്, ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരത്രയും അവഗണിച്ചിരുന്നു യാത്രയുടെ തുടക്കത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിലൂടെ കടന്നുപോയ സമയത്തൊക്കെ. പിന്നീടാണ് ഈ യാത്രയുടെ ഒരു ജനപിന്തുണ, ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നതെന്ന് തോന്നുമ്പോഴാണ് അവർ സൈബർ ആക്രമണം, അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ BJP ആയിട്ട് ചില ആക്രമണം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ആ യാത്രയ്ക്ക് മാധ്യമ ശ്രദ്ധ കിട്ടാൻ അമിത്ഷാ ആഗ്രഹിക്കുമോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താന്ന്? ഏകാധിപത്യങ്ങൾക്ക് ആരും, ഇപ്പം രാഹുൽജി കഴിഞ്ഞ പ്രാവശ്യം യാത്ര ചെയ്തു, അവർ വിചാരിച്ചു ഇത് തീർന്നു യാത്ര. പക്ഷെ രാഹുൽജി എന്ന് പറയുന്ന വ്യക്തിനെ പറ്റിയിട്ട് അവർക്ക് അറിയില്ല. ഒരു കാര്യം വിചാരിച്ചാൽ അദ്ദേഹം ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയും ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നതാണ്. ഈ യാത്ര ചെയ്യുന്ന വലിയ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഇനി തടസ്സം വരുത്തണമെന്ന് ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട്. അത് അവർ എന്തും ചെയ്യും. ഇപ്പോൾ മണിപ്പൂരിലെ സമയത്ത് നമുക്ക് മനസ്സിലാണ്, മണിപ്പൂരിൽ ഇപ്പം കൊല നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ കലാപം നിന്നിട്ടില്ല. എന്നിട്ടും ഇന്ത്യയിലെ പ്രധാനമന്ത്രി അവിടെ പോയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെവിടെയായാലും 200-ലധികം മരണമുണ്ടായി, 100,000-ൻ്റെ അധികം ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. 2 വിഭാഗം. ഇപ്പം തന്നെ രാഹുൽജി പോയാലും അവിടെ മണിപ്പൂരിൽ മേത്തി സൈഡിൽ പോയ കുക്കീസ് MLAs ആരുണ്ടായാലും അവർ ബസ്സിലുണ്ടാവില്ല, അവർ വരില്ല. മേത്തിന്ന് കുക്കി സൈഡിലുണ്ടാകുമ്പോൾ മേത്തി MLAs ആരും ബസ്സിൽ കയറില്ല, അവർ മറ്റേ സൈഡിൽ നിൽക്കും. നിങ്ങൾ ഇത് ഇന്ത്യയാണ്, ഇത് ഇന്ത്യ പാകിസ്ഥാനും അല്ല, ഇന്ത്യ ചൈന അല്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൽ ഒരു വിഭാഗത്തിന് മറ്റേ വിഭാഗത്തിൻ്റെ സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, മനസ്സിലാക്കണം. ആ സംസ്ഥാനത്തിൽ രാഹുൽജിയുടെ 2ാമത്തെ വിസിറ്റാണ്. ആദ്യത്തെ വിസിറ്റ് അവരെ തടസ്സം വെക്കാൻ നോക്കി, വിട്ടില്ല രാഹുൽജിനെ നടക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്ത്. പക്ഷെ ഇപ്രാവശ്യം അവിടെ പോകുമ്പം അവിടെയും പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ആദ്യം നമ്മളൊരു വലിയ ഗ്രൗണ്ടിലായിരുന്നു തുടങ്ങേണ്ടത്, അവിടെ വിട്ടില്ല ഞങ്ങളാ, എന്നിട്ട് വേറെ സ്ഥലത്താണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ തടസ്സം വെക്കാൻ അവരെന്തും ചെയ്യും. ബിക്കോസ് മണിപ്പൂർ, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയിട്ടില്ല? അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇത്ര വലിയ വിഷയം ഉണ്ടായിട്ട് ഇതുവരെ മണിപ്പൂരിൽ അദ്ദേഹം കയറിയിട്ടില്ല? അത് നിങ്ങൾ മനസ്സിലാക്കണം, വലിയ വിഷയമാണ്. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം തരാം. നിങ്ങൾക്കറിയാലോ, ഇന്നലെ ഈ രാം മന്ദിറിൻ്റെ ഇനോഗ്രേഷനുള്ള സമയത്ത് മെന്നാന്ന് ഒരു നോട്ടീസ് വന്നു, എയിംസിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കൂ, അതും ഞങ്ങൾ പാവപ്പെട്ട ഞാൻ എയിംസിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിങ്ങൾ ഡെയിലി പോയി കഴിഞ്ഞാൽ കാണാം പുറത്താന്ന് ലൈൻ. ഇപ്പം ഇവിടെ 4 ഡിഗ്രിയാണ് രാത്രി, ഇന്ന് രാവിലെ 4 ഡിഗ്രി ആയിരുന്നു,
ഉച്ചയാകുമ്പോൾ ഒരു 10 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഈ സമയത്ത് അവിടെ പുറത്ത് നിങ്ങൾ ലൈന് കാണും. അവർ ദൂരത്തുനിന്ന് വരുന്ന എയിംസിൽ നിന്ന്, ചില കൂട്ടർ ബീഹാറിൽ നിന്നായിരിക്കും, UP നിന്നായിരിക്കും, അവിടുന്ന് വരുന്നതായി ഇവർ. അവർക്ക് കിടക്കാൻ സ്ഥലം, അവർ പുറത്ത് കിടക്കുന്നുണ്ടാ. എന്നിട്ട് പറയാം നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റ് ക്യാൻസൽ ചെയ്യാം. എന്താ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ? അതും നിങ്ങൾ ഒരു റിലീജിയസ് ഇവന്റും ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ട്? ഞങ്ങളെല്ലാം പ്രതിഷേധം ചെയ്തിട്ട് അവർ ആ പ്രസ്താവന മാറ്റി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അറിയണം, ജനങ്ങൾ അറിയണം.